Hi friends, welcome back to our class. Today we are going to enter our second module, that is Sustainable Environment. In this module you have 3 chapters, and the first one is a speech delivered by Chief Seattle, that is the end of living and the beginning of survival. ചീഫ് സിയാറ്റിൽ എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു ഒറേറ്റർ ഡെലിവർ ചെയ്തിട്ടുള്ള ഒരു സ്പീച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം പ്രൊവൈഡിങ് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ചീഫ് സിയാറ്റിൽ ആൻഡ് എ ബാക്ക് ഹിസ്റ്ററി ഓഫ് ദിസ് സ്പീച്ച്. ചീഫ് സിയാറ്റിൽ വാസ് ബോൺ ഇൻ ദ ഇയർ 1786 in Washington. 1786 വാഷിങ്ടണിലാണ് ചീഫ് സിയാറ്റിൽ ജനിച്ചത്. he was a Squamish tribe leader with remarkable leadership skills. Remarkable leadership qualities and skills ഉള്ള സ്ക്വാമിഷ് ട്രൈബ് എന്ന ഗോത്രത്തിൻ്റെ ലീഡറായിരുന്നു അദ്ദേഹം. He was a well-built man and had a powerful voice and was a noted orator. I told you that he was a noted orator and famous speaker, and he had a powerful voice. വളരെ പവർഫുള്ളായ വോയിസ് ഉള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഒറേറ്റർ, ഒരു പ്രാസംഗികനായിരുന്നു അദ്ദേഹം. ആൻഡ് അദ്ദേഹത്തിന് വെള്ളക്കാരുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഗ്രാബ് ദ ലാൻഡ് ഓഫ് നേറ്റീവ് അമേരിക്കൻസ്. നേറ്റീവ് അമേരിക്കൻസിൻ്റെ ഭൂമി തട്ടിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു വൈറ്റ് പീപ്പിളിനുണ്ടായിരുന്നത്, വൈറ്റ് സെറ്റിലേഴ്സിനുണ്ടായിരുന്നത്. അവരുടെ ഈ റിയൽ ഇൻറ്റൻഷൻ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ചീഫ് സിയാറ്റിലിനുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം അവരോടൊപ്പം തന്നെ വളരെ പീസ്ഫുൾ ആയിട്ട് ജീവിക്കാനാണ് ആഗ്രഹിച്ചത്. ഹി ഹാഡ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ വൈറ്റ് സെറ്റിലേഴ്സ് റിയൽ ഇൻറ്റൻഷൻ ഫോർ ലാൻഡ് ഗ്രാബ്. ലാൻഡ് ഗ്രാബ് ചെയ്യാൻ, ഭൂമിയോടുള്ള അടങ്ങാത്ത കൊതി. ബട്ട് ഹി വാണ്ടഡ് ടു ലിവ് ഇൻ പീസ് വിത്ത് ദം. the city of Seattle is named after him. ചീഫ് സിയാറ്റിൽ എന്ന ഒറേറ്ററിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ നഗരത്തിന് സിറ്റി ഓഫ് സിയാറ്റിൽ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. And the speech given here was made to a large gathering. ഒരു വലിയ സദസ്സിൻ്റെ മുന്നിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്ത ഒരു സ്പീച്ചാണിത്. ഇവിടെ വെള്ളക്കാരനായ ഒരു ഗവർണർ ഈ ചീഫ് സിയാറ്റിലിന് ഒരു മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചു. എന്തായിരുന്നു ആ മീറ്റിങ്ങിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്? ഇവരുടെ ഭൂമി, നേറ്റീവ് അമേരിക്കൻസിൻ്റെ ഭൂമി വെള്ളക്കാർക്ക് വിൽക്കുക, അവരുടെ മുന്നിൽ സറണ്ടർ ചെയ്യുക എന്ന കാര്യത്തെപ്പറ്റി പറയാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത്. ലൈക്ക് മീറ്റിംഗ് വിത്ത് ചീഫ് സിയാറ്റിൽ വാസ് കോൾഡ് ബൈ ദ വൈറ്റ് ഗവർണർ ടു ഡിസ്കസ്. എന്ത് ഡിസ്കസ് ചെയ്യാൻ? ടു ഡിസ്കസ് സറണ്ടർ ഓർ സെയിൽ ഓഫ് നേറ്റീവ് ലാൻഡ് ടു വൈറ്റ് സെറ്റിലേഴ്സ്. But the Chief Seattle wanted to live peace with them. Okay. അദ്ദേഹം സംസാരിച്ചിരുന്ന ഭാഷ എന്ന് പറയുന്നത് ലുഷുട്സീഡ് എന്ന ലാംഗ്വേജ് ആയിരുന്നു. ലുഷുട്സീഡ്. ആൻഡ് ഈ ലാംഗ്വേജിനെ മറ്റ് ലാംഗ്വേജസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറൻസസ് വന്നു. അതുകൊണ്ട് തന്നെ ദർ എക്സിസ്റ്റ് മെനി വേർഷൻസ് ഓഫ് ദ സ്പീച്ച് because of differences in the translations. Right. I'm repeating. Chief Seattle was born in Washington in the year 1786. He was a Squamish tribe leader with remarkable leadership skills. He was a well-built man and had a powerful voice and was a noted orator. The city of Seattle is named after him. The speech given here was made to a large gathering. ഒരു വലിയ സദസ്സിന് മുന്നിലായിരുന്നു ഇവിടെ തന്നിട്ടുള്ള സ്പീച്ച് ഡെലിവർ ചെയ്തത്. A meeting with Chief Seattle was called by the white governor. എന്തിനു വേണ്ടിയാണ് വിളിപ്പിച്ച? To discuss surrender or sale of native land to white settlers. Chief Seattle spoke in the Lushootseed language, and there exist many versions of this speech because of differences in the translation. Okay. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സ്പീച്ചിൻ്റെ ഐഡിയാസ് എന്തൊക്കെയാണെന്ന്
ചെറുതായിട്ടൊന്ന് നോക്കാം. The end of living and the beginning of survival has been cited as a powerful, bittersweet plea for respect of Native American rights and environmental values. It has gained much popularity because it stresses the interdependence and interconnections of the world of the living and non-living. ഈ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള നേറ്റീവ് അമേരിക്കൻസിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള, അവരുടെ റൈറ്റ്സിന് വേണ്ടിയുള്ള, അവരുടെ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഒരു പ്രസംഗമാണ്. ഈ സ്പീച്ച് വേൾഡിൻ്റെ പല ഭാഗങ്ങളിലും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെയധികം പോപ്പുലറായി. എന്തായിരുന്നു കാരണം? ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാത്തിൻ്റെയും പൊരുത്തം, എല്ലാത്തിൻ്റെയും ഇൻ്റർ കണക്ഷൻസ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ് ഈ ഒരു പ്രസംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വസ്തുക്കളും പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയയാണ് ഈ ഒരു സ്പീച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പോപ്പുലറായി മാറിയിട്ടുണ്ടായിരുന്നു ഈ സ്പീച്ച്. ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു കൊട്ടേഷൻ ഉണ്ട്. Man did not weave the web of life, he is merely a strand in it. Man did not weave the web of life. Web of life, ജീവിതത്തിൻ്റെ വല, ജീവൻ്റെ വല എന്ന് പറയുന്നത്, അത് നെയ്തെടുക്കുന്നത്, വീവ് ചെയ്യുന്നത് മനുഷ്യനല്ല. Man did not weave the web of life. പിന്നെ ആരാണ് മനുഷ്യൻ? He is merely a strand in it. ആ വെബിലുള്ള, ആ വലയിലുള്ള ഒരു ചെറിയ സ്ട്രാൻഡ്, ഒരു ചെറിയ കണ്ണി മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നോൺ ഹ്യൂമൻ ലൈഫ് ഓൾസോ ഹാസ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ദിസ് വേൾഡ്. മനുഷ്യരല്ലാത്ത മറ്റ് ജീവികൾക്കും ഈ പരിസ്ഥിതിയിൽ, ഈ എൻവയോൺമെൻറ്റിൽ വളരെയധികം പ്രാധാന്യമുണ്ട്, വളരെ വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ആൻഡ് ദ സ്പീച്ച് പ്ലേസസ് ഓൾ ഫോംസ് ഓഫ് ലൈഫ് ഇൻ എ നെറ്റ്വർക്ക് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻസ്. എല്ലാത്തരം ജീവജാലങ്ങളും ഒരു വലയുടെ കണ്ണികളാണെന്നും ആ വല നിലനിൽക്കുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നതിലൂടെ, ഇൻ്റർഡിപ്പെൻഡൻസിലൂടെയാണെന്നുമാണ് ഇവിടെ ഈ ഓഥർ പറയുന്നത്. ദെൻ ഭൂമി വാങ്ങുക, വിൽക്കുക എന്നൊക്കെ പറയുന്നത്, അതുപോലെ ആനിമൽസിനോട്, പക്ഷികളോട്, മൃഗങ്ങളോടൊക്കെ വളരെ ക്രൂരമായിട്ട് പെരുമാറുക, ക്രൂവൽറ്റി ആയിട്ട് പെരുമാറുക എന്നൊക്കെയുള്ളത് നേറ്റീവ് അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. വളരെയധികം അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ഈ ഒരു സ്പീച്ചിൻ്റെ കൺക്ലൂഷനായിട്ട് ചീഫ് സിയാറ്റിൽ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ഉണ്ട്. The earth does not belong to man. Man belongs to the earth. എന്താണ്? The earth does not belong to man. ഭൂമി മനുഷ്യൻ്റേതല്ല. പിന്നെയോ man belongs to the earth. മനുഷ്യൻ ഭൂമിയുടേതാണ്. This we know. All things are connected like blood which unites one family. All things are connected. ഒരു ഫാമിലിയിലെ എല്ലാ ആളുകളെയും ബ്ലഡ് കുടുംബബന്ധത്തിന് ബന്ധിപ്പിക്കുന്നത് പോലെ പരിസ്ഥിതിയിലെ എല്ലാ ജീവജാലങ്ങളും പരിസ്ഥിതിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുവാണ്. എല്ലാം യോജിച്ചാണ് പ്രവർത്തിക്കുന്നത്, എല്ലാവരും കണക്റ്റഡ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. നിങ്ങൾ നോക്കൂ, സിയാറ്റിലിൻ്റെ ഈ ഒരു ഒപ്പീനിയൻ, ഈ ഒരു അഭിപ്രായം എത്രത്തോളം ശരിയാണ്. സോ ദിസ് ഈസ് ദ back history and the short background of this speech. I'm repeating shortly. Chief Seattle was born in Washington in the year 1786. He was a Squamish tribe leader with remarkable leadership skills. He had a powerful voice and was a noted orator. The city of Seattle is named after him. You know, the speech given here was made to a large gathering. A meeting with Chief Seattle was called by white governor. For what purpose? To discuss surrender or sale of the native land to white settlers. And you know, Chief Seattle spoke in the Lushootseed language.
There exist many versions of this speech because of differences in translation. Then, the end of living and the beginning of survival has been cited as a powerful, bittersweet plea for respect of Native American rights and environmental values. It has gained much popularity because it stresses the interdependence and interconnections of the world of the living and non-living. I told you, man did not weave the web of life. He is merely a strand in it. ആ വെബിലുള്ള ചെറിയൊരു കണ്ണി മാത്രമാണ് മനുഷ്യൻ. നോൺ ഹ്യൂമൻ ലൈഫ് ഓൾസോ ഹാസ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ്. ആൻഡ് ഈ സ്പീച്ചിൻ്റെ കൺക്ലൂഷനായിട്ട് അദ്ദേഹം തരുന്ന മെസ്സേജ് എന്താണ്? ദ എർത്ത് ഡസ് നോട്ട് ബിലോങ് ടു മാൻ, ബട്ട് മാൻ ബിലോങ്സ് ടു ദ എർത്ത്. ദിസ് വി നോ. All things are connected. All things are connected like blood which unites one family. Okay, this is a short background of the speech. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പീച്ചിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. The idea of buying and selling the sky and warmth of the land is strange. If we do not own the freshness of the air and the sparkle of the water, how can you buy them? Every part of this earth is sacred to my people. Every pine needle, every sandy shore, every mist in the dark forest, every insect is holy memory and experience of my people. The sap of the trees carries the memory of the man. എന്താ അദ്ദേഹം പറയുന്നത്? The idea of buying and selling the sky and the warmth of the land is strange. ഊഷ്മളമായ നമ്മുടെ ഭൂമി, ആകാശം എല്ലാം ബൈ ചെയ്യുക, സെൽ ചെയ്യുക, വാങ്ങുക, വിൽക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ഐഡിയ, ആ ഒരു ആശയം തന്നെ വളരെ സ്ട്രേഞ്ചാണ്. We don't own the freshness of the air. നമ്മുടെ എയറിൻ്റെ പരിശുദ്ധത, ഫ്രഷ്നസ്, സ്പാർക്കിൾ ഓഫ് ദി വാട്ടർ, ജലത്തിൻ്റെ തരളിത, ആ ഒരു സ്പാർക്കിൾ, അതൊന്നും ഒരിക്കലും നമ്മുടെ സ്വന്തമല്ല. ഫ്രഷ്നസ് ഓഫ് ദി എയർ, സ്പാർക്കിൾ ഓഫ് ദി വാട്ടർ, ഇതിൻ്റെ ഒന്നും ഉടമസ്ഥർ നമ്മളല്ല. ദെൻ ഹൗ ക്യാൻ യു ബൈ ദം? നമുക്ക് സ്വന്തമല്ലാത്ത സാധനങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും? If we don't own the freshness of the air and the sparkle of the water, how can you buy them? ഞങ്ങളുടേതല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും? Every part of this earth is sacred to my people. ഈ ഭൂമിയുടെ ഓരോ ഭാഗവും എൻ്റെ ജനങ്ങൾക്ക്, മൈ പീപ്പിൾ, എൻ്റെ ജനങ്ങൾക്ക് വളരെ പരിശുദ്ധമാണ്, വളരെ സ്കെയറാണ്. എന്തൊക്കെയാണ് ഓരോ പാർട്ടും എന്ന് പറഞ്ഞ അദ്ദേഹം എടുത്തു പറയുന്നത്? എവ്രി പൈൻ നീഡിൽ, എവ്രി സാൻഡി ഷോർ, എവ്രി മിസ്റ്റ് ഇൻ ദ ഡാർക്ക് ഫോറസ്റ്റ്, എവ്രി ഇൻസെക്ട് ഇസ് ഹോളി മെമ്മറി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് മൈ പീപ്പിൾ. എവ്രി പൈൻ നീഡിൽ, ഓരോ പൈൻ നീഡിലും, സൂചി, പൈൻ സൂചിയും, എവ്രി സാൻഡി ഷോർ, ഓരോ മണൽത്തീരവും, എവ്രി മിസ്റ്റ് ഇൻ ദ ഡാർക്ക് ഫോറസ്റ്റ്, ഇരുണ്ട കാടുകളിലുള്ള ഓരോ മൂടൽമഞ്ഞും, മിസ്റ്റ്, എവ്രി ഇൻസെക്ട്, എല്ലാ ഓരോ ചെറു കീടങ്ങളും, അതുവരെ എൻ്റെ ജനങ്ങളുടെ ഓർമ്മയിലും അനുഭവത്തിലുമൊക്കെ വളരെ പരിശുദ്ധമായിട്ട് നിലകൊള്ളുന്നുണ്ട്. എവ്രി ഇൻസെക്ട് ഇസ് ഹോളി മെമ്മറി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് മൈ പീപ്പിൾ. യു നോ ദ സാപ്പ് ഓഫ് ട്രീസ്, മരങ്ങളുടെ സാപ്പ്, കറ, ദ സാപ്പ് ഓഫ് ട്രീസ്, അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ദറ്റ് ക്യാരീസ് ദ മെമ്മറി ഓഫ് ദി മാൻ. മനുഷ്യൻ്റെ ഓർമ്മയാണ് മരങ്ങളുടെ കറയിൽ അടങ്ങിയിരിക്കുന്നത്. ആൻഡ് യു നോ, നമ്മളെല്ലാവരും ഭൂമിയുടെയും, ഭൂമി നമ്മളുടെയും ഭാഗമാണ്. അദ്ദേഹം പറയുവാണ്, വി ആർ പാർട്ട് ഓഫ് ദി എർത്ത് ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് അസ്. പിന്നെയോ, ദ ഫ്ലവേഴ്സ് ആർ അവർ സിസ്റ്റേഴ്സ്. ഫ്ലവേഴ്സിനെല്ലാം നമ്മുടെ സിസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. The deer, the horse, the great eagle, these are our brothers.
ഡിയർ മാൻകുട്ടി, ദ ഹോഴ്സ് കുതിര, ദ ഗ്രേറ്റ് ഈഗിൾ. ഇതൊക്കെ കഴുകൻ, ഇതൊക്കെ ഇവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. ആൻഡ് ഫ്ലവേഴ്സ് എല്ലാം നമ്മുടെ സിസ്റ്റേഴ്സാണ്. പിന്നെയോ ദ റോക്കി ക്രെസ്റ്റ്, ദ ജ്യൂസസ് ഇൻ ദ മെഡോ, ദ ബോഡി ഹീറ്റ് ഓഫ് ദി പോണി ആൻഡ് ദ മാൻ ഓൾ ബിലോങ്സ് ടു ദ സെയിം ഫാമിലി. എല്ലാവരും റോക്സ്, പാറക്കെട്ടുകൾ, പർവ്വത ശിഖരങ്ങൾ, ജ്യൂസസ് ഓഫ് ദി മെഡോ, താഴ്വാരകളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ നീരുറവകൾ, ദെൻ ബോഡി ഹീറ്റ് ഓഫ് ദി പോണി, കുതിരകളുടെ ശരീരത്തിൻ്റെ ചൂട്, ആൻഡ് മാൻ, മനുഷ്യൻ, എല്ലാം ഒരേ ഫാമിലിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നവരാണ്, സെയിം ഫാമിലിയിൽ ബിലോങ് ചെയ്യുന്നവരാണ്. എന്താണ് അദ്ദേഹം ഈ സ്പീച്ച് പറഞ്ഞ് തുടങ്ങുന്നത്? ശ്രദ്ധിക്കണം നന്നായിട്ട്. ഐ എം റിപ്പീറ്റിംഗ്. ദ ഐഡിയ ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ദ സ്കൈ ആൻഡ് ദ വാംത്ത് ഓഫ് ദി ലാൻഡ് ഇസ് സ്ട്രേഞ്ച്. We don't own the freshness of the air and sparkle of the water. Then how can you buy them? Every part of this earth is scared to my people. Every pine needle, every sandy shore, every mist in the dark forest, every insect is holy memory and experience of my people. The sap of the trees carries the memory of the man. മരങ്ങളുടെ കറകളിലൊക്കെ മനുഷ്യൻ്റെ ഓർമ്മകളാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. വി ആർ പാർട്ട് ഓഫ് ദി എർത്ത് ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് അസ്. Flowers are our sisters, and deer, horse, great eagle, all these are our brothers. The rocky crest, juices in the meadow, body heat of the pony, man, ഇതെല്ലാം സെയിം ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ആണ്, സെയിം ഫാമിലിയിൽ ബിലോങ്ഡ് ആണ്. റൈറ്റ്. വീണ്ടും അദ്ദേഹം പറയുവാണ്, ദ റിവേഴ്സ് ആർ അവർ ബ്രദേഴ്സ്, ദേ ക്വെഞ്ച് അവർ തേഴ്സ്റ്റ്. റിവേഴ്സ് എല്ലാം നമ്മുടെ ബ്രദേഴ്സാണ്. അവർ നമ്മുടെ ദാഹത്തിനെ ശമിപ്പിക്കുന്നുണ്ട്. ദേ ക്വെഞ്ച് അവർ തേഴ്സ്റ്റ്, നമ്മുടെ തേഴ്സിനെ ഇല്ലാതെയാക്കുന്നുണ്ട്, ശമിപ്പിക്കുന്നുണ്ട്. ദ റിവേഴ്സ് ക്യാരി അവർ ക്യാനോസ് ആൻഡ് ദേ ഫീഡ് അവർ ചിൽഡ്രൻ. നമ്മുടെ ചെറിയ ചെറിയ വള്ളങ്ങളെയൊക്കെ ഈ നദികൾ ക്യാരി ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം ഫീഡ് ചെയ്യുന്നുണ്ട്. നാം നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഈ ഭൂമി വിൽക്കുവാണെങ്കിൽ ആ നദികളെല്ലാം നമ്മുടെയും നിങ്ങളുടെ സഹോദരന്മാരാണെന്ന് നിങ്ങളുടെ കുട്ടികളെയും നിങ്ങൾ തീർച്ചയായും പറഞ്ഞ് പഠിപ്പിക്കണം എന്നൊക്കെ അദ്ദേഹം പറയുവാണ്. ഇഫ് വി സെൽ അവർ ലാൻഡ്, ഇഫ് വി സെൽ യു അവർ ലാൻഡ്, ഞങ്ങളുടെ ഭൂമി നിങ്ങൾക്ക് വിൽക്കുവാണെങ്കിൽ, സെൽ ചെയ്യുവാണെങ്കിൽ, യു മസ്റ്റ് ടീച്ച് യുവർ ചിൽഡ്രൻ ദാറ്റ് ദ റിവേഴ്സ് ആർ അവർ ബ്രദേഴ്സ് ആൻഡ് യുവേഴ്സ്. നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കണം, ഈ റിവേഴ്സ് ഞങ്ങളുടെ ബ്രദേഴ്സാണ്, നിങ്ങളുടെയും ബ്രദേഴ്സാണ്. ഷോ കൈൻഡ്നെസ് ടു ദ റിവേഴ്സ് ആസ് യു വുഡ് ഷോ ടു യുവർ ബ്രദർ. നിങ്ങൾ നിങ്ങളുടെ ബ്രദറിനോട് കാണിക്കുന്നത് പോലെ, നിങ്ങളുടെ ബ്രദേഴ്സിനോട് നിങ്ങൾ കാണിക്കുന്ന കൈൻഡ്നെസ്, അവരോട് നിങ്ങൾ ദയ കാണിക്കുന്നത് പോലെ ഈ റിവേഴ്സിനോടും നിങ്ങൾ ദയ കാണിക്കണം. കാരണം എന്താ? റിവേഴ്സ് ആർ അവർ ബ്രദേഴ്സ്. കണ്ടിന്യൂ ചെയ്യുവാണ്. He leaves his father's grave behind and he does not care. He kidnaps the earth from his children. അവൻ്റെ ഫാദറിൻ്റെ ഗ്രേവ്, ശവക്കല്ലറ പോലും മറന്ന് അവൻ മുന്നോട്ട് പോവാണ്. അതൊന്നും അത്ര പ്രാധാന്യമുള്ളതല്ല. അവരുടെ മക്കളുടെ കൈകളിൽ നിന്ന് പോലും അവർ ഭൂമി തട്ടിയെടുക്കുന്നുണ്ട്. അവൻ്റെ അമ്മയായ ഭൂമിയെയും സഹോദരനായ ആകാശത്തെയും ഒക്കെ വെറും കച്ചവട ചരക്കുകളായി മാത്രമാണ് അവർ കണക്കാക്കുന്നത്. ഹി ട്രീറ്റ്സ് ഹിസ് മദർ ദ എർത്ത്. എർത്തിനെ അമ്മയായിട്ട് കാണണമെന്നും അമ്മയെപ്പോലെ ആവണമെന്നാണ് ഇവരുടെ ഒരു നേറ്റീവ് അമേരിക്കൻസിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുവാണ്, ഹി ട്രീറ്റ്സ് ഹിസ് മദർ ദ എർത്ത് ആൻഡ് ഹിസ് ബ്രദർ ദ സ്കൈ ആസ് തിങ്സ് ടു ബി ബോട്ട്, പ്ലണ്ടേർഡ്, sold like sheep or bright beads. വെറും കച്ചവട ചരക്കുകളായിട്ട് മാത്രമാണ് ഭൂമിയെ കാണുന്നത്, ആകാശത്തെ കാണുന്നത്. ആടുകളെപ്പോലെ തിളങ്ങുന്ന മണിമണികളെപ്പോലെയുമൊക്കെ അവരെ വാങ്ങിക്കാൻ ഉള്ളതും ചൂഷണത്തിനുള്ളതും എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളതും ഒക്കെയാണെന്നാണ് അവരുടെ ധാരണ. അവർ വാങ്ങുന്നു, പ്ലണ്ടർ ചെയ്യുന്നു. സോൾഡ് ലൈക്ക് ഷീപ്പ് ഓർ ബ്രൈറ്റ് ബീഡ്സ്. And his appetite will devour the earth
ആൻഡ് ലീവ് ബിഹൈൻഡ് ഓൺലി എ ഡെസേർട്ട്. എന്താ പറയുന്നത്? അവൻ്റെ ഈ ഒരു അപ്പിറ്റൈറ്റ്, ഈ ഭൂമിയോടുള്ള ഈ കൊതി, അവൻ ഭൂമിയെ ഒരു മരുഭൂമിയാക്കി മാറ്റിക്കളയും. ഭൂമിയിൽ നിന്ന് എന്തൊക്കെ പ്ലണ്ടർ ചെയ്യാൻ പറ്റുമോ, ഭൂമിയിൽ നിന്ന് എന്തൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചൂഷണം ചെയ്തെടുത്തതിന് ശേഷം ഒരു ഡെസേർട്ടായിട്ട്, ഓൺലി എ ഡെസേർട്ട് ബിഹൈൻഡ് ഓൺലി ഹി ലീവ്സ് ബിഹൈൻഡ് ഓൺലി എ ഡെസേർട്ട്, ഒരു മരുഭൂമി മാത്രമായിട്ട് ഭൂമിയെ മാറ്റിമറിച്ച് കളയും. അല്ലാതെ ഭൂമിയോടുള്ള ഒരു ആത്മബന്ധം ഒരിക്കലും വെള്ളക്കാരന് മനസ്സിലാവില്ല എന്ന രീതിയിൽ അദ്ദേഹം ഈ റെഡ് പീപ്പിളിനെ, അതായത് അമേരിക്കൻ നേറ്റീവ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാണ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ദിസ് ഇസ് ഇനഫ് ഫോർ ദിസ് സെഷൻ ആൻഡ് ദ റിമൈനിങ് പാർട്ട് വിൽ ബി ടേക്കൺ in the next part. So stay tuned, study well. Till then, bye.